വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് 2 വർക്കാണുള്ളത്. ഒന്ന് ഗോൾഡൻ പാലസിൽ വെച്ച് 2 ഗസ്റ്റ് ലുക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്കി ഫാമിലിയിലോട്ട് പോയി ആദര ചേച്ചിനെയും അനുവിനെയും ഒരു ഇനാഗുറേഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം. അപ്പോൾ ആ 2 വർക്കാണെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഗോൾഡൻ പാലസിൽ വന്നിട്ട് ഞാൻ സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കുട്ടീനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് കുറച്ചധികം തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള 2 പേർക്ക് ഞാൻ ഹെയറും ഫേസും ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ഫുൾ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം സമയമില്ലായിരുന്നു. പുറത്തിറങ്ങി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആദര ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലുക്ക് ഒരു തമിഴ് ലുക്കായിരുന്നു. ഒരു മെസ്സി ഹെയർ സ്റ്റൈലും ബാക്കിൽ ബ്രെയ്ഡ് ചെയ്തിട്ട് പിന്നെ ഒരു സാരി ഡ്രേപ്പിങ്, ഒരു സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം ആയിരുന്നു അനുവിനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി ഫ്രണ്ട് പോർഷൻ കുറച്ച് ഉടഞ്ഞിട്ടുണ്ടെന്ന്. അതിന് കാരണം ഞാൻ രാത്രി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. എന്നിട്ട് മടക്കി വെച്ചതിന് ശേഷം അത് ഉടഞ്ഞു പോയതാണ്. കാരണം ഈ ഉടയുന്നൊരു മെറ്റീരിയലാണിത്, കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ശരീരത്തോട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. സോ നമ്മൾ നന്നായിട്ട് ഉടയുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ മടക്കി വെച്ച ആ ഒരു സമയത്ത് ഇത് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും അത് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീഡിയോസ് എടുത്തതിന് ശേഷമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ആദര ചേച്ചീനെ അറിയാം, എങ്ങനെ അവരുമായിട്ട് ഫ്രണ്ട്സായി, എങ്ങനെ ലക്കി ഫാമിലിയിലോട്ട് പോയി എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ തരാം. എനിക്ക് ചേച്ചീനെ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ്. എൻ്റെ ബ്രദറും ആദര ചേച്ചിയുടെ ഹസ്ബൻഡും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ ബ്രദർ വഴിയാണ് എനിക്ക് ചേച്ചീനെ അറിയാവുന്നത്. പിന്നെ കിച്ചു ചേട്ടൻ അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കിച്ചു ചേട്ടൻ എൻ്റെ സ്കൂളിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ ചേട്ടൻ ജൂനിയറും ആയിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ കമ്പനി ഇല്ലെങ്കിലും പിന്നീട് ഇവിടെ ലക്കി ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് ഞാനും ചേട്ടനും കുറച്ചും കൂടെ കമ്പനി ആയത്. ഞാൻ ചേച്ചീനെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ തന്നെയാണ് ചേച്ചിക്ക് മേക്കപ്പൊക്കെ ചെയ്യാറുള്ളതും ഞാൻ തന്നെയാണ് എവിടെയെങ്കിലും പോകുമ്പം സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നതും. എനിക്ക് സമയമില്ല, എനിക്ക് വേറെ വർക്കുള്ളപ്പോൾ മാത്രമേ ചേച്ചി വേറൊരാളെ നോക്കാറുള്ളൂ. പക്ഷേ എനിക്ക് വേറെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇടയിൽ സമയം കണ്ടെത്തി ഓടി വരാറുണ്ട്. ചേച്ചി എന്തിനെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ചാൽ ഞാൻ നോ പറയാറില്ല. NCS Tamil BGM. NCS Tamil BGM. NCS Tamil BGM.
ചേച്ചിയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അനുവിൻ്റെ മേക്കപ്പ് ചെയ്യണം. ചേച്ചിയുടെ ഹെയറിൽ ഇനി പൂവും കൂടെ വെച്ചാൽ മതി. പൂ ഞങ്ങൾ മുല്ലപ്പൂ അല്ല വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, തുളസിപ്പൂവും ചെത്തിയും കൂടെ വെച്ച് കെട്ടിയതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ചില കാരണങ്ങളാൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. NCS Tamil BGM. NCS Tamil BGM. NCS Tamil BGM. അനുവിനും ഏകദേശം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അനുവിന് മോഡേൺ ലുക്കിനെക്കാട്ടിയും കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്നത് ട്രഡീഷണൽ ലുക്കിലാണ്. അവൾക്കും അതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. NCS Tamil BGM.
അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനാഗുറേഷന് വേണ്ടിയിട്ട്. ഞങ്ങളും പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് അവരിറങ്ങിയതിൻ്റെ പിറകെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു റിസപ്ഷൻ വർക്കും കൂടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം എനിക്കിനി പോകാനായിട്ട്. അങ്ങനെ ഞാൻ മാമിയോടും ഭാവിയോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇതെനിക്ക് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് കഴിഞ്ഞത് ഞാൻ BP ലോ ആയിട്ട് തലകറങ്ങി വീണു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.